1970-കളിൽ ആരംഭിച്ച ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം എന്ന പ്രതിഭാസത്താൽ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരദേശ സംസ്ഥാനമായ കേരള സംസ്ഥാനത്തിൻ്റെ സമ്പദ്‌വ്യവസ്ഥ, സമൂഹം, സംസ്കാരം എന്നിവയിൽ സ്വാധീന ശക്തിയായി ഉയർന്നു. ഇന്ന് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ പണം അയക്കുന്നത് കേരളത്തിൻ്റെ സമ്പദ്‌വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗത്തിന് സംഭാവന ചെയ്യുന്നു. കൂടാതെ ഗൾഫ് കുടിയേറ്റത്തിൻ്റെ സ്വാധീനം റിയൽ എസ്റ്റേറ്റ് മുതൽ വിദ്യാഭ്യാസം, സാമൂഹിക മാനദണ്ഡങ്ങൾ വരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഗൾഫിലേക്കുള്ള ഈ വലിയ തോതിലുള്ള കുടിയേറ്റം കേരളം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലെങ്കിലോ? ഗൾഫ് പണത്തിൻ്റെ കുത്തൊഴുക്കും തുടർന്നുള്ള പരിവർത്തനങ്ങളും ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും സംസ്കാരവും രാഷ്ട്രീയവും സമൂഹവും ഇന്ന് എങ്ങനെയിരിക്കും? ഗൾഫിലേക്കുള്ള കൂട്ടക്കുടിയേറ്റം എന്ന പ്രതിഭാസം സംസ്ഥാനം ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ സമ്പദ് വ്യവസ്ഥ, സാമൂഹിക ഘടന, സാംസ്കാരിക സ്വത്വം, വിശാലമായ വികസനപാത എന്നിവയുടെ പ്രത്യാഘാതങ്ങൾ പരിശോധിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ സാധ്യമായ പ്രത്യാഘാതങ്ങൾ ഈ വീഡിയോ എക്സ്പ്ലോർ ചെയ്യുന്നു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. ഗൾഫ് കുടിയേറ്റത്തിൻ്റെ ഏറ്റവും പെട്ടെന്നുള്ളതും ആഴത്തിലുള്ളതുമായ ഒരു എഫക്റ്റ് പണമയക്കലിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. ഇത് കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൻ്റെ അഭിവൃദ്ധിയുടെ പിന്നിലെ പ്രധാന പ്രേരക ശക്തിയാണ്. കണക്കുകൾ പ്രകാരം കേരളത്തിന്റെ GDPയുടെ 30% ഗൾഫിലെ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിൽ നിന്നാണ്. ഈ സാമ്പത്തിക പ്രവാഹം ഒരു ഉപഭോക്തൃ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആക്കം കൂട്ടി. ഉയർന്ന പർച്ചേസിംഗ് പവർ, റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണം, ചില്ലറ വ്യാപാരം, സേവന വ്യവസായങ്ങൾ എന്നിവയുടെ വളർച്ചയ്ക്ക് ഉത്തേജനം നൽകി. കേരളം ഒരിക്കലും ഗൾഫിലേക്കുള്ള കുടിയേറ്റം അനുഭവിച്ചിട്ടില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരെ വ്യത്യസ്തമായ പാത പിന്തുടരുമായിരുന്നു. ഈ പണമയക്കലുകളുടെ അഭാവത്തിൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ ഡിസ്പോസബിൾ വരുമാനം കുറവായിരിക്കുമായിരുന്നു. അതിന്റെ ഫലമായി ഉപഭോക്തൃ വസ്തുക്കൾ, ഭവനം, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ ഡിമാൻഡ് കുറയും. തങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനും വീടുകൾ പണിയാനും മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകാനും പണത്തെ ആശ്രയിക്കുന്ന പല കുടുംബങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടാകും. പണമയക്കലിന്റെ വൻ വരവ് ഇല്ലെങ്കിൽ കാര്യമായ വ്യാവസായിക വളർച്ചയുടെയോ വൻതോതിലുള്ള നിക്ഷേപങ്ങളുടെയോ അഭാവത്തിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ സ്തംഭനാവസ്ഥയിൽ മല്ലിട്ടിട്ടുണ്ടാകും. ഉയർന്ന ജനസാന്ദ്രത, പ്രകൃതി വിഭവങ്ങളുടെ അഭാവം, താരതമ്യേന ചെറിയ വ്യാവസായിക അടിത്തറ എന്നിവ കാരണം സംസ്ഥാനം ഇതിനകം തന്നെ പരിമിതികൾ നേരിടുന്നു. സാമ്പത്തിക വളർച്ചയ്ക്കുള്ള വഴികൾ കുറവായിരിക്കാം. കുറഞ്ഞ ഉൽപാദനക്ഷമതയും കുറഞ്ഞ വരുമാനവും കാരണം 1970-കളിൽ ഇതിനകം തന്നെ തകർച്ചയിലായിരുന്ന കൃഷി ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ പ്രാഥമിക തൊഴിലായി തുടരുമായിരുന്നു. എന്നിരുന്നാലും പണം അയക്കാത്തത് കേരളത്തെ അതിന്റെ സമ്പദ് വ്യവസ്ഥയെ വ്യത്യസ്ത ദിശകളിലേക്ക് വൈവിധ്യവൽക്കാൻ നിർബന്ധിതരാക്കാമായിരുന്നു. വരുമാനത്തിനായി പണം പണത്തെ ആശ്രയിക്കുന്ന ആളുകൾ കുറവായതിനാൽ പ്രാദേശിക വ്യവസായങ്ങൾ, ടൂറിസം, സാങ്കേതിക വിദ്യ എന്നിവ വികസിപ്പിക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ടാകാം. ഉയർന്ന സാക്ഷരതാ നിരക്കും വിദ്യാസമ്പന്നരായ തൊഴിൽ ശക്തിയുമുള്ള സംസ്ഥാനം IT, ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിന് കൂടുതൽ നിക്ഷേപം നടത്തിയിരിക്കാം. ഇത് കൂടുതൽ സ്വാശ്രയ സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിച്ചേക്കാം. പണമയക്കൽ ഒഴുക്കിനെ ബാധിക്കുന്ന ആഗോള ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യത കുറവാണ്. ഗൾഫ് കുടിയേറ്റം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ വരുമാന വിതരണം തികച്ചും വ്യത്യസ്തമാകുമായിരുന്നു. ഗൾഫ് കുടിയേറ്റത്തിന്റെ നിർണായക പാർശ്വഫലങ്ങളിൽ ഒന്ന് സാമ്പത്തിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. കാരണം ഗൾഫിൽ ജോലി ചെയ്യുന്ന അംഗങ്ങളുടെ കുടുംബങ്ങൾ പലപ്പോഴും ഇല്ലാത്തവരെ അപേക്ഷിച്ച് ഉയർന്ന ജീവിത നിലവാരം ആസ്വദിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർ വലിയ വീടുകൾ പണിയുകയും പണമയക്കലിൽ നിന്ന് പ്രയോജനം നേടുന്ന കുടുംബങ്ങളും പ്രാദേശിക വരുമാനത്തെ ആശ്രയിക്കുന്നവരും തമ്മിൽ ദൃശ്യമായ അസമത്വം സൃഷ്ടിക്കുകയും ചെയ്യും. കുടിയേറ്റം നടന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ വരുമാന അസമത്വം കുറച്ചുകൂടി പ്രകടമാകുമായിരുന്നു. എന്നിരുന്നാലും ദാരിദ്ര്യം കൂടുതൽ വ്യാപകവും നിലനിൽക്കുന്നതും ആകുമായിരുന്നു. പ്രത്യേകിച്ചും ബദൽ തൊഴിലവസരങ്ങൾ കുറവുള്ള പ്രദേശങ്ങളിൽ. ഉപഭോഗത്തിനും സമ്പാദ്യത്തിനും വേണ്ടിയുള്ള പണമയക്കൽ വരുമാനത്തിന്റെ അഭാവത്തിൽ കേരളത്തിലെ പ്രശസ്തമായ പൊതുജനാരോഗ്യ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ സാമൂഹിക ക്ഷേമ പരിപാടികളും പുനർവിതരണ നയങ്ങളും കൂടുതൽ സമ്മർദ്ദത്തിലായേക്കാം. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഗൾഫ് പണത്തിന്റെ ഒഴുക്ക് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തുന്നവർ പലപ്പോഴും ഭൂമിയിലും വസ്തുവകകളും നിക്ഷേപിക്കുന്നു. ഇത് ഭവന നിർമ്മാണത്തിനും വാണിജ്യ റിയൽ എസ്റ്റേറ്റിനുമുള്ള ആവശ്യം വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലുടനീളമുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും നിർമ്മാണ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും മടങ്ങി വരുന്ന കുടിയേറ്റക്കാർ സ്ഥിരതാമസമാക്കാൻ തിരഞ്ഞെടുക്കുന്ന മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ. ഗൾഫ് കുടിയേറ്റം ഇല്ലായിരുന്നുവെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖല വികസനം വളരെ കുറവാകുമായിരുന്നു. ആഡംബര ഭവനങ്ങൾ, അപ്പാർട്ട്മെന്റുകൾ, വാണിജ്യ സ്വത്തുക്കൾ എന്നിവയ്ക്കുള്ള ഉയർന്ന ഡിമാൻഡ് ഇല്ലാതാകുമായിരുന്നു.
ഇത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കുറഞ്ഞ സ്പെക്കുലേറ്റീവ് ഇൻകമിന് കാരണമാകും. നഗരവൽക്കരണത്തിന്റെ വേഗത കുറവായിരിക്കും. അത് ഇന്ന് നമ്മൾ കാണുന്ന ഉയർന്ന കെട്ടിടങ്ങളും ആഡംബര വീടുകളും ഷോപ്പിംഗ് മാളുകളുമുള്ള കേരളത്തിലെ പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും ഭൂപ്രകൃതി എന്നിവയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാണപ്പെടും. അടിസ്ഥാന സൗകര്യ വികസനവും മന്ദഗതിയിലാക്കുമായിരുന്നു. മെച്ചപ്പെട്ട റോഡുകൾ, വിമാനത്താവളങ്ങൾ, പൊതു യൂട്ടിലിറ്റികൾ എന്നിവയുൾപ്പെടെ നിരവധി അടിസ്ഥാന സൗകര്യ മെച്ചപ്പെടുത്തലുകൾ സമ്പന്നരായ പൗരന്മാരുടെയും മടങ്ങി വരുന്ന ഗൾഫ് കുടിയേറ്റക്കാരുടെയും ഡിമാൻഡിന് അനുസൃതമായി ഉണ്ടാകുമായിരുന്നു. ഗൾഫ് പണത്തിന്റെ അഭാവത്തിൽ ആധുനികവൽക്കരണത്തിന്റെ വേഗത കുറയുമായിരുന്നു. അതുപോലെ വൻ സാധ്യതകളുള്ള ഇത്തരം പദ്ധതികളിൽ നിക്ഷേപിക്കാൻ കേരളത്തിന് വിഭവങ്ങൾ കുറയുമായിരുന്നു. ഗൾഫിലേക്കുള്ള വലിയ തോതിലുള്ള കുടിയേറ്റം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല അതിന്റെ സാമൂഹിക ഘടനയെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഗൾഫും കേരളവും തമ്മിലുള്ള പതിവ് യാത്രയും ആശയവിനിമയവും വലിയ പ്രവാസി സമൂഹത്തിന്റെ സാന്നിധ്യവും പ്രാദേശിക പാരമ്പര്യങ്ങളെ ആഗോള സ്വാധീനങ്ങളുമായി സമന്വയിപ്പിക്കുന്ന ഒരു സങ്കര സംസ്കാരം സൃഷ്ടിച്ചു. ഗൾഫ് സംസ്കാരത്തിന്റെ സ്വാധീനം പ്രത്യേകിച്ച് കൺസ്യൂമറിസം, മതപരമായ ആചാരങ്ങൾ, ജീവിതശൈലി എന്നിവയുടെ രൂപത്തിൽ ആഴമേറിയതാണ്. എന്നാൽ കേരളം ഒരിക്കലും ഈ കുടിയേറ്റം അനുഭവിച്ചിട്ടില്ലെങ്കിലോ? ഗൾഫ് കുടിയേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രത്യാഘാതങ്ങളിലൊന്ന് കുടുംബഘടനകളുടെ പരിവർത്തനമാണ്. ധാരാളം പുരുഷന്മാർ ജോലിക്കായി ഗൾഫിലേക്ക് കുടിയേറുന്നതിനാൽ കേരളത്തിലെ പല കുടുംബങ്ങളും ഒന്നോ അതിലധികമോ കുടുംബാംഗങ്ങൾ വിദേശത്ത് താമസിക്കുന്ന അന്തർദേശീയ കുടുംബങ്ങളാണ്. ഭർത്താക്കന്മാരുടെ അഭാവത്തിൽ കുടുംബങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്നതിലും സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വന്നതിനാൽ ഇത് പരമ്പരാഗത ലിംഗപരമായ റോളുകളിൽ മാറ്റത്തിന് കാരണമായി. കേരളത്തിലെ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾ, പണമയക്കൽ കൈകാര്യം ചെയ്യുന്നതിലൂടെയും അവരുടെ കുടുംബത്തിന് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയും കൂടുതൽ സാമ്പത്തിക സാക്ഷരരും ശാക്തീകരിക്കപ്പെട്ടവരുമായി മാറിയിരിക്കുന്നു. ഗൾഫ് കുടിയേറ്റം ഒരിക്കലും സംഭവിക്കാത്ത ഒരു സാഹചര്യത്തിൽ പരമ്പരാഗത പുരുഷാധിപത്യ കുടുംബഘടനകൾ കൂടുതൽ കാലം നിലനിന്നിരിക്കാം. കുടിയേറ്റം കാരണം പുരുഷന്മാരുടെ അഭാവം ഇല്ലായിരുന്നുവെങ്കിലും സാമ്പത്തികവും ഗാർഹികവുമായ തീരുമാനമെടുക്കലിൽ സ്ത്രീകൾ കൂടുതൽ പരിമിതമായ പങ്കുവഹിക്കുന്നത് തുടരുമായിരുന്നു. എന്നാൽ സ്ത്രീകൾ പൂർണ്ണമായും ശാക്തീകരിക്കപ്പെടാതെ തുടരുമെന്ന് ഇതിനർത്ഥമില്ല. ചില സമുദായങ്ങളിൽ മാതൃവംശ സമ്പ്രദായങ്ങളുടെ ഒരു നീണ്ട പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. സ്ത്രീകൾക്കിടയിലെ സംസ്ഥാനത്തിന്റെ ഉയർന്ന സാക്ഷരതാ നിരക്ക് ഗൾഫ് കുടിയേറ്റം ഇല്ലാതെ പോലും ലിംഗപരമായ റോളുകളിൽ ക്രമാനുഗതമായ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കാം. കുടിയേറ്റ പ്രതിഭാസം കേരളത്തിൽ സാമൂഹിക ചലനാത്മകതയ്ക്ക് പുതിയ വഴികൾ സൃഷ്ടിച്ചു. പല കുടുംബങ്ങളും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളെ സ്വകാര്യ സ്കൂളിലേക്ക് അയക്കുന്നതിനും മെച്ചപ്പെട്ട വീടുകൾ നിർമ്മിക്കുന്നതിനും പണമയക്കൽ വരുമാനം ഉപയോഗിക്കുന്നതിനാൽ ഗൾഫിലേക്ക് കുടിയേറുന്നത് ഉയർന്ന സാമൂഹിക പദവി കൈവരിക്കുന്നതിനുള്ള ഒരു പാതയായി പലപ്പോഴും കാണപ്പെടുന്നു. ഈ ഗൾഫ് സ്വപ്നം പല കേരളീയരുടെയും കേന്ദ്ര അഭിലാഷമാണ്. മുകളിലേക്കുള്ള ചലനത്തിനുള്ള ലക്ഷ്യസ്ഥാനമായി ഗൾഫ് ഇല്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമൂഹിക ചലനാത്മകത കൂടുതൽ പരിമിതമാകുമായിരുന്നു. സർക്കാർ ജോലികൾ, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങിയ പരമ്പരാഗത മാർഗങ്ങളെ കൂടുതൽ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക പടികൾ കയറാനുള്ള അവസരങ്ങൾ കുറവായിരിക്കും. ഗൾഫ് സ്വപ്നത്തിന്റെ അഭാവം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് കുടിയേറുക, ഉന്നത വിദ്യാഭ്യാസം നേടുക, പ്രാദേശിക സംരംഭങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ വിജയത്തിലേക്കുള്ള മറ്റ് വഴികൾ തേടിയ കേരളത്തിലെ യുവാക്കളുടെ അഭിലാഷങ്ങളെ പുനർരൂപകൽപ്പന ചെയ്തിരിക്കാം. ഗൾഫ് കുടിയേറ്റത്തിന്റെ സ്വാധീനം കേരളത്തിലെ മതപരമായ ആചാരങ്ങളിലും പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്കിടയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി കേരളീയർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള കൂടുതൽ യാഥാസ്ഥിതിക വ്യാഖ്യാനങ്ങൾ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അവർ പലപ്പോഴും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അതും അവരോടൊപ്പം കൊണ്ടുവരുന്നു. ഹിജാബ് കൂടുതൽ വ്യാപകമായി സ്വീകരിക്കുന്നതും സാമുദായിക മതജീവിതത്തിലെ മാറ്റങ്ങൾ പോലുള്ള യാഥാസ്ഥിതിക മതപരമായ ആചാരങ്ങളുടെ ദൃശ്യപരത വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമായി. ഗൾഫ് കുടിയേറ്റത്തിന്റെ അഭാവത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹം കൂടുതൽ തദ്ദേശീയവും യാഥാസ്ഥിതികവും ഇല്ലാത്തതുമായ മതപരമായ പാത പിന്തുടർന്നിരിക്കാം. കേരളത്തിൽ ഇസ്ലാം ചരിത്രപരമായി സൂഫി പാരമ്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും മറ്റു മതസമൂഹങ്ങളുമായി സമാധാനപരമായി സഹവസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ കൂടുതൽ യാഥാസ്ഥിതികമായ ഗൾഫ് വ്യാഖ്യാനങ്ങളുമായി സമ്പർക്കം പുലർത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ പരമ്പരാഗത സമ്പ്രദായങ്ങൾ ആധിപത്യം തുടർന്നേക്കാം. അതിന്റെ ഫലമായി കൂടുതൽ ബഹുസ്വരതയും യാഥാസ്ഥിതികമല്ലാത്ത മത അന്തരീക്ഷവും ഉണ്ടായിരിക്കാം. ഗൾഫ് കുടിയേറ്റത്തിന്റെ പ്രതിഭാസം കേരളത്തിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഗൾഫ് റെമിറ്റൻസിന്റെ സ്വാധീനം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, വികസന മുൻഗണനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ അധികാര സന്തുലിതാവസ്ഥ എന്നിവയെ ബാധിച്ചിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തുന്നവർ പലപ്പോഴും അവരുടെ പ്രാദേശിക സമൂഹങ്ങളിൽ കാര്യമായ സാമ്പത്തികവും സാമൂഹികവുമായ സ്വാധീനം ചെലുത്തുന്നു. അവരുടെ സാമ്പത്തിക സംഭാവനകൾക്ക് രാഷ്ട്രീയ അജണ്ടകൾ രൂപപ്പെടുത്താനും കഴിയും. ഗൾഫ് കുടിയേറ്റം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തിയത് വ്യത്യസ്ത ശക്തികളായിരുന്നിരിക്കാം. ഗൾഫ് പണമയക്കൽ വികസനത്തിന്റെ അഭാവത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാദേശിക സാമ്പത്തിക വികസനം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, വ്യവസായവൽക്കരണം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമായിരുന്നു. തൊഴിലില്ലായ്മ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം,
കാർഷിക പരിഷ്കാരങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ കേന്ദ്ര സ്ഥാനത്ത് എത്തിയിരിക്കാം. ഈ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശക്തമായ പരിഹാരങ്ങൾ നൽകാൻ പാർട്ടികൾ പരസ്പരം മത്സരിക്കുമായിരുന്നു. കൂടാതെ ഗൾഫ് സ്വാധീനത്തിന്റെ അഭാവം രാഷ്ട്രീയ അധികാരത്തിന്റെ വ്യത്യസ്തമായ വിതരണത്തിലേക്ക് നയിച്ചേക്കാം. ഇന്ന് ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവരും അവരുടെ കുടുംബങ്ങളും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം ചെലുത്തുന്നു. പലപ്പോഴും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നു. ഈ ഗ്രൂപ്പിന്റെ സ്വാധീനമില്ലാതെ പ്രാദേശിക രാഷ്ട്രീയം, കൂടുതൽ തൊഴിലാളി യൂണിയനുകൾ, കാർഷിക സഹകരണ സംഘങ്ങൾ, ഗാർഹിക തൊഴിലാളികളെയും കർഷകരെയും പ്രതിനിധീകരിക്കുന്ന മറ്റ് താൽപര്യ ഗ്രൂപ്പുകൾ എന്നിവയായിരുന്നിരിക്കാം. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയവും സമൂഹവും രൂപപ്പെടുത്തുന്നതിൽ കേരളത്തിലെ പ്രവാസികൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഗൾഫ് കുടിയേറ്റക്കാർ അസോസിയേഷനുകൾ രൂപീകരിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും സ്കൂളുകൾ, ആശുപത്രികൾ, പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ധനസഹായം നൽകി വിവിധ രീതികളിൽ അവരുടെ സ്വന്തം ഗ്രാമങ്ങൾക്ക് സംഭാവന നൽകുകയും ചെയ്തു. ഗൾഫ് പ്രവാസികളുടെ അഭാവത്തിൽ പ്രവാസി സമൂഹമായുള്ള കേരളത്തിന്റെ ഇടപെടൽ കൂടുതൽ പരിമിതമായിരിക്കാം. സാമൂഹിക മാറ്റത്തിന് കാരണമാകുന്നതിൽ പ്രവാസികളുടെ പങ്ക് കുറയുമായിരുന്നു. ഗൾഫ് കുടിയേറ്റം ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസന പാത തികച്ചും വ്യത്യസ്തമായിരുന്നേനെ. ഗൾഫ് പണമയക്കൽ തീർച്ചയായും പല കുടുംബങ്ങളുടെയും ഉപഭോഗം നയിക്കുന്ന വളർച്ചയ്ക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും ആക്കം കൂട്ടിയിട്ടുണ്ടെങ്കിലും അവ ബാഹ്യ വരുമാന സ്രോതസ്സുകളിൽ ഒരു പരിധിവരെ സാമ്പത്തിക ആശ്രിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഗൾഫ് മേഖലയിലെ സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾക്ക് കേരളത്തെ ദുർബലമാക്കുകയും ആഭ്യന്തര വ്യാവസായിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പണമയക്കലിനെ ആശ്രയിക്കുകയും ചെയ്തു. ഗൾഫ് കുടിയേറ്റത്തിന്റെ അഭാവത്തിൽ പ്രാദേശിക വിഭവങ്ങളെയും പ്രതിഭകളെയും കൂടുതൽ ആശ്രയിക്കാൻ കേരളം നിർബന്ധിതമായിരുന്നിരിക്കാം. സംസ്ഥാനത്തിന്റെ ഉയർന്ന സാക്ഷരതാ നിരക്ക്, കരുത്തുറ്റ ആരോഗ്യ സംരക്ഷണ സംവിധാനം, വിദ്യാഭ്യാസത്തിന് ഊന്നൽ എന്നിവ ഇപ്പോഴും വികസനത്തിന് ശക്തമായ അടിത്തറ നൽകുമായിരുന്നു. എന്നിരുന്നാലും പണമയക്കലിന്റെ സാമ്പത്തിക സഹായമില്ലാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, വ്യാവസായിക വികസനം, പ്രാദേശിക ബിസിനസ്സുകളുടെ വളർച്ച എന്നിവയ്ക്ക് സർക്കാർ കൂടുതൽ മുൻഗണന നൽകേണ്ടി വരും. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൽ നിന്നും നിക്ഷേപം ആകർഷിക്കുന്നതിനായി വിദ്യാസമ്പന്നരായ തൊഴിലാളികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് IT, ഹെൽത്ത് കെയർ, ടൂറിസം തുടങ്ങിയ വ്യവസായങ്ങളുടെ കേന്ദ്രമായി കേരളം നേരത്തെ മാറിയിരിക്കാം. ഇത് കൂടുതൽ വൈവിധ്യമാർന്നതും സ്വാശ്രയത്വമുള്ളതുമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാരണമാവുകയും കുടിയേറ്റത്തിന്റെയും ആഗോള പണമയക്കൽ പ്രവണതകളുടെയും അനിശ്ചിതത്വങ്ങൾക്ക് ഇരയാകാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഗൾഫ് കുടിയേറ്റത്തിന്റെ അഭാവം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും സമൂഹത്തിനും സംസ്കാരത്തിനും ആഴമേറിയതും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പണമയക്കലിന്റെ വരവ് ഇല്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമായിരുന്നു. പക്ഷേ പ്രാദേശിക വ്യവസായങ്ങളും വൈവിധ്യമാർന്ന മേഖലകളും നയിക്കുന്ന ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ സുസ്ഥിരമാകുമായിരുന്നു. സാമൂഹിക അസമത്വങ്ങൾ കുറവായിരുന്നിരിക്കാം, പക്ഷേ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഉയർന്ന തലങ്ങളിൽ തുടരാമായിരുന്നു. സാംസ്കാരികമായി ആഗോള ഉപഭോക്തൃവാദവും ഗൾഫ് യാഥാസ്ഥിതികതയും കുറച്ചു മാത്രം സ്വാധീനിച്ച കേരളം കൂടുതൽ നാരോ ഐഡന്റിറ്റി നിലനിർത്തിയിരിക്കാം. രാഷ്ട്രീയമായി പ്രാദേശിക വികസനത്തിലേക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വ്യത്യസ്ത താൽപര്യ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. ഗൾഫ് കുടിയേറ്റം കേരളത്തെ പല വിധത്തിൽ മാറ്റിമറിച്ചു എന്നതിൽ തർക്കമില്ലെങ്കിലും അതിന്റെ അഭാവം വിജയകരമല്ലെങ്കിലും വികസനത്തിന്റെ മറ്റൊരു പാതയിലേക്ക് നയിച്ചിരിക്കാം. ലോകത്തോടുള്ള കേരളത്തിന്റെ പ്രതിരോധ ശേഷി, വിദ്യാഭ്യാസം, ചരിത്രപരമായ തുറന്ന സമീപനം എന്നിവ സൂചിപ്പിക്കുന്നത് ഗൾഫ് കുടിയേറ്റത്തിന്റെ പരിവർത്തന ശക്തിയില്ലാതെ പോലും സംസ്ഥാനം അഭിവൃദ്ധി പ്രാപിക്കാൻ ബദൽ വഴികൾ കണ്ടെത്തുമായിരുന്നു എന്നാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.